ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ അലക്സൻ. വെൽക്കം ടു മൈ ചാനൽ ടാക്ടിക്സ് വ്ളോഗ്സ്. അപ്പോൾ ടാക്ടിക്സ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിട്ട് എല്ലാ കൂട്ടാൻ സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് ഒരു ലൈറ്റ് റോഡായിട്ട് വന്നേക്കണം. ഒപ്പം ഫ്ലാഷിൻ്റെ ആ ലൈറ്റ് റീലും രണ്ടും എടുത്തിട്ട് നമുക്ക് മീൻ കിട്ടുമെന്ന് നോക്കാം. മീൻ കിട്ടണേ മിക്കവാറും റിലീസായിരിക്കും. മീൻ കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, മീൻ കിട്ടണേ വീഡിയോ ഇട്ടാം. ഈ വീഡിയോയിൽ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു അൾട്രാലൈറ്റ് ഷാർട്ടാണ്. ആംഗ്ലേഴ്സ് ഏരിയ വരാപ്പുഴയിൽ നിന്നാണ് നമ്മൾ ഈ ഷാർട്ട് എടുത്തേക്കണം കേട്ടോ. ഇത് പല സ്ഥലത്തും നമുക്ക് ഇടുന്ന കിട്ടൂല. ഈ ഷാർട്ട് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ റിട്രീവ് ചെയ്ത് യൂസ് ചെയ്യേണ്ടത് നമുക്കറിയില്ല. പക്ഷെ നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം വലിച്ച് നോക്കിയാൽ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ആക്ഷനിലാണ് ഇതിന് ഏറ്റവും കൂടുതൽ ടൈൽ ആക്ഷൻ ഉള്ളതെന്നാണ് എനിക്ക് മനസ്സിലായത്. ആ രീതി മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ യൂസ് ചെയ്തത്. ജസ്റ്റ് ഡിപ്പ് ചെയ്ത് വലിക്കുമ്പോൾ തന്നെ 2-3 ഡിപ്പിങ്ങിൽ തന്നെ എടുക്കുന്നുണ്ട് മീൻ. വരാല 7 ഇലത്തണ്ടെങ്കിൽ അടിച്ചിരിക്കും പ്ലെയിൻ വാട്ടറിൽ. മരണ റിസൾട്ടാണ്. പുല്ലില്ലാത്ത സ്ഥലങ്ങളിൽ പ്ലെയിനായിട്ട് കിടക്കുന്ന ഏരിയകളിൽ എവിടെയെങ്കിലും മറിഞ്ഞു പോണത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഏരിയയിൽ വലിച്ച അടി കിട്ടിയിരിക്കും. നമ്മൾ സെമി ഡ്രാഗിലാണ് ഈ വീഡിയോ ചെയ്തേക്കുന്നത് കേട്ടോ. ഈ സ്ഥിരം പിടിക്കണ തവളയിലല്ലാണ്ട് വേറെ എന്തെങ്കിലും ഷാഡില ലൂറില അങ്ങനെ എന്തിലെങ്കിലും മീൻ പിടിക്കണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹം കൊണ്ട് തായ്ലാൻഡിലുള്ള പല വീഡിയോസും ചെക്ക് ചെയ്തിട്ടാണ് പോലെ പല സാധനങ്ങളും നമ്മൾ തപ്പിയെടുക്കുന്നുണ്ട്. പലതും മരണ റിസൾട്ടാണ്. നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത് മനസ്സിലാവും. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് ചോദിച്ചപ്പോൾ അവർ ഈ ഷാഡിന് ഇട്ടേക്കണ പേര് കണ്ണൻ ഷാഡ് എന്നിട്ടാ. അവർക്ക് ഇതിൽ ചെമ്പല്ലി കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നത്. സോൾട്ട് വാട്ടർ ഷാഡ് അത്രേ. മീനടിച്ചത് 700-800 ഗ്രാം ഉണ്ട്. ഹുക്കൊന്ന് പറഞ്ഞിട്ടൊന്നുമില്ല ടിപ്പ്. അത് നമ്മൾ പിന്നെ റിലീസ് ചെയ്യാൻ മീനെ കാണിച്ചു തരാം. ഇത്രയുണ്ട് മീൻ, ഏകദേശം ഒരു 800 ഗ്രാമോളം ഉണ്ട്. എന്നാലും നമുക്ക് ഈ ഒരാഴ്ച മീനെ ഒന്ന് റിലീസ് ചെയ്താലെന്നൊരാഗ്രഹം. പിടിച്ചതിന് എല്ലാത്തിനെയും റിലീസ് ചെയ്യണം. നമ്മുടെ കയ്യിൽ ഗ്രിപ്പറില്ലാത്തതുകൊണ്ട് റിലീസിങ് ഇത്തിരി ടാസ്ക്കാണ്. കൈ പൊട്ടും. ഇത്രയും ടാക്കിൾസ് മേടിക്കണം നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഗ്രിപ്പർ മേടിച്ചൂടെ നാണൂല്ലാത്തവന് എന്നുള്ളൊരു കമൻറ്റ് നമ്മൾ പ്രതീക്ഷിക്കണില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഗ്രിപ്പർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. അത് വന്നാൽ നമുക്ക് അപ്പം വിളി വരും ഫിഷിംഗ് ഹബ്ബിൽ നിന്ന്. അപ്പം തന്നെ നമ്മൾ എടുക്കും. പിന്നെ നമുക്ക് സോഫ്റ്റായിട്ട് ഇറക്കാനൊന്നും പറ്റില്ല. മിക്കവാറും ചാടിപ്പോവും. കാരണം നല്ല വലിപ്പവും നല്ല പവറും ഉണ്ട് ആവശ്യത്തിന്. മിക്കവാറും ചാടിപ്പോകാൻ ചാൻസല്ല. ഇവിടെ ഇടാം. ഇപ്പൊരൊറ്റ തെറ്റായിരിക്കും. അപ്പോൾ നമുക്ക് അതിനെ ഇറക്കി വിട്ടിട്ട് റിലീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതേ ഇതാണ് നമ്മൾ ഈ വീഡിയോയിൽ യൂസ് ചെയ്തേക്കുന്ന ഷാഡ്. നമ്മൾ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും പരിചയപ്പെടുത്താറുള്ള എന്നുള്ള പരാതിയുണ്ട്. പരിചയപ്പെടുത്താത്ത വേറെ ഒന്നും കൊണ്ടല്ല, പല സാധനങ്ങളും നമുക്ക് കിട്ടുന്ന സാധനങ്ങളല്ല. പക്ഷേ ഇത് ഇവിടെ കിട്ടുന്ന സാധനമാണ്. എന്തായാലും 1-2 ആഴ്ചത്തേക്ക് ഇവിടെ തന്നെ ഉണ്ടാവും. അത് കഴിഞ്ഞ് തീരും. പിന്നെ പേര് കണ്ണിക്കണ്ണനാണ് നമ്മൾ ചോദിച്ചപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഇട്ടെന്ന് പേരാണ്. അവർക്ക് അതിൽ നിന്നായിട്ട് ചെമ്പല്ലി കിട്ടിയിരുന്നു. ചെമ്പല്ലി മറ്റേ അടിക്കും നല്ല അടിപൊളിയായിട്ട് എന്നാണ് അവൻ പറയണത്. പക്ഷേ എനിക്ക് മനസ്സിലായത് ബ്രാല് നല്ല സൂപ്പറായിട്ട് അടിക്കുന്നുണ്ട്. ഇതിൻ്റെ ടൈൽ ആക്ഷൻ സ്പെഷ്യൽ ടൈൽ ആക്ഷനാണ്. കളേഴ്സ് ഞാനൊന്ന് കാണിച്ചു തരാം. നമ്മുടെ ആൻറ്റിയുടെയൊക്കെ വീടിൻ്റെ ഏരിയയിൽ നിന്ന് ഒരു 2.5-3 കിലോ ബ്രാല് പിടിച്ചുകൊണ്ട് പോയി. പുഴുവിന് ടട പിടിച്ചതെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഷാഡിൻ്റെ പുറകെ പോയത് കേട്ടോ. ആ ഏരിയയിലാണെങ്കിൽ പൊതുവെ എന്ത് പണ്ടാറിട്ടാലും ബ്രാലടിക്കാറില്ല. വേണ്ടത് ഇതാണ് ഇതിൻ്റെ ടൈൽ ആക്ഷൻ. ഇങ്ങനെ കിടന്ന് ആടിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആംഗ്ലേഴ്സ് ഏരിയ എന്ന് പറഞ്ഞ് വരാപ്പുഴയെന്ന് പറഞ്ഞ് അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൊക്കേഷൻ നമ്പറും കിട്ടും. നിങ്ങൾ അതിലൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഡീറ്റെയിൽസ് അറിയാൻ പറ്റും കേട്ടോ. ഷാഡാണ് ബ്രാലടിക്കാനായിട്ടല്ല. അൾട്രാലൈറ്റിട്ട് ഡ്രാഗിട്ട് പിടിക്കാൻ നല്ല നമുക്ക് ഡ്രാഗിൻ്റെ പരിപാടിയൊന്നുമില്ല. എന്നാലും ഡ്രാഗിട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് മീനൊക്കെ കയറ്റാൻ പറ്റും. ജിഗിട്ട് പറഞ്ഞിട്ടുണ്ട്. നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു ജിഗിട്ടാണ് ഷാഡ്. ഇത് രണ്ടും കൂടിയും ഇട്ടാൽ കറക്റ്റ് മാച്ചിങ് ആയിരിക്കും. നല്ല
അപ്പോൾ നമ്മുടെ ജോൺസ്കോയിലും ഫ്ലാഷിലും മീനടിച്ചിട്ടുണ്ട് കേട്ടോ. കഷ്ടിച്ചൊരു 350 ഗ്രാം ഉണ്ടാവുള്ളൂ. ഇതാണ് അടിച്ചേക്കണ മീനിട്ടാ. കഷ്ടിച്ചൊരു 350-400 ഗ്രാം റിലീസ് ചെയ്യണം. മീനെ കൊണ്ടുപോയിട്ട് വലിയ കാര്യമില്ല. ഷാഡിലടിച്ചേക്കണം കേട്ടോ. റീല്, ഫ്ലാഷ്, റോഡ്, ജോൺസ്കോ. അതേ നമ്മളവനെ പിടിച്ച പോലെ തന്നെ റിലീസ് ചെയ്യണ്ട. പിന്നെ നമുക്ക് ആവശ്യമില്ല, വീട്ടിൽ കൊണ്ടുപോയിട്ടും കാര്യമില്ല. എടാ അങ്ങാടല്ല ഇങ്ങാട് കൂടാ. എൻ്റെ കയ്യിൽ വന്ന് ഇട്ടോണ്ട് പോകണ്ടെന്ന് പറയണം. One strike. ഇടെടുത്ത് എന്താണ് പഠിച്ചാണ് ഞാൻ കയറിക്കോട്ടെ. അപ്പോൾ നമ്മുടെ കനിക്സിൻ്റെ ഷാഡിൽ ഫസ്റ്റ് ബ്രാലിട്ടാ. നമ്മ അധികം താത്താണ്ട് മൂളിക്കൂടി വലിച്ചിട്ടുണ്ട്. താത്തി വലിക്കാൻ പറ്റില്ല, മുഴുവൻ ചണ്ടിയാണ്. മീൻ്റെയും വയർ പോയി. അപ്പോൾ ഇതേ നമുക്ക് ലുക്കാനുണ്ട്. BFS അടിച്ചൊരു മീനായിട്ടാ. 10-200 ഗ്രാം നമുക്ക് റിലീസ് ചെയ്യാം. ചെറുതാണ് ഭയങ്കര. ഓക്കെ, നീക്കിയില്ല. ഇരുണ്ട് അടിപൊളി, നല്ല അത്യാവശ്യം സൈസ്. എങ്ങനെ അടിച്ച് ആദ്യമേ ഇങ്ങോട്ടാ മതിയായിരുന്നു. അവിടെ ഒന്നും ഇല്ല, അതാണ് അങ്ങനെ കാണുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത ബ്രാലിട്ടാ. അതേ ഷാഡിൽ തന്നെ റീല്, ഫ്ലാഷ്, റോഡ്, തണ്ടർ ബോൾട്ട്, ജോൺസ്കോൻ്റെ കേട്ടോ. അത്യാവശ്യം 300 ഗ്രാം ഉണ്ട്. വയ്ക്കില്ലല്ലേ? നമ്മുടെ അടുത്ത മീനിട്ട കനിക്സിൻ്റെ ഷാഡിൽ അത്യാവശ്യം 350 ഗ്രാമുകളുണ്ട്. നല്ലൊരു ഇട്ട വഴി തന്നെ അടിച്ചു പുള്ളി. രണ്ടാമത്തെ ക്ലാസ്സിലടിച്ചിട്ടാ. റിലീസ് ചെയ്യണ്ട, കാരണം ഇത്തിരി വലിയ മീൻ ഉണ്ടെങ്കിൽ അത് സെയിൽ ചെയ്തിട്ട് ഗുണമുള്ളത്. 350 ഗ്രാം ഉണ്ടാവുന്നാലും വേണ്ട, റിലീസ് ചെയ്യാം. നോമ്പൊക്കെ അല്ലേ, എന്തായാലും കൊണ്ടുപോയാൽ കഴിക്കാൻ പറ്റൂല. ഓക്കെ, പിടിച്ച സ്ഥലത്ത് തന്നെ റിലീസ് ചെയ്യും. അവിടെ ഇട്ടാലേ നമുക്ക് ഇങ്ങോട്ട് തന്നെ ഇടാം. തിരിച്ചിപ്പോൾ തന്നെ Yes. മൂന്നാമത്തെ ബ്രാലിട്ടാ. കോള് വന്ന കട്ടായി പോട്ടാ. അടുത്ത ബ്രാലിട്ട ഷാഡി തന്നെ കഷ്ടിച്ചൊരു 100 ഗ്രാമൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ റിലീസ് ചെയ്യാം. എന്തായാലും ഇന്നത്തെ ദിവസം മൊത്തം റിലീസാണ്.
വേറെ ഒന്നുമല്ല, വലിയ മീനാണെങ്കിൽ നമ്മൾ അതിനെ സെയിൽ ചെയ്യാൻ നോക്കിയിട്ട് കാര്യമുള്ളൂ. ഇതാണ് മീനിൻ്റെ ഷാഡ്, നമ്മുടെ പതിവ് ഷാഡ് 2 ഇഞ്ചിൻ്റെ ഫിഷാക്കി ഇട്ടാ, ചെറിയ സൈസായിരുന്നു. റിലീസ് ചെയ്യാം. ഓക്കെ, ഒന്നുകൂടി കാസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഷാഡിൽ നമ്മുടെ 4ാമത്തെ മീനിട്ടാ. എടുത്താ. അപ്പോൾ നമുക്ക് തന്നെ റിലീസ് ചെയ്യാം കേട്ടോ. ചെറിയ മീനാണ്. പോലെ പോലെ എന്ന് പറയുമ്പോൾ